ഇവിടെ ഭക്ഷണം കഴിച്ചോണ്ട് നിൽക്കുക. ഏട്ടന് പോകാൻ സമയമായി. ഫുഡ് എടുക്കണ്ടേ? ഏട്ടന് ഭക്ഷണം എടുത്ത് വെച്ചേ. മോളെ, ഞാൻ രാവിലത്തെ ഭക്ഷണം കഴിക്കുക. ഇപ്പൊ 12 മണിയല്ലേ ആയിട്ടുള്ളൂ. 1 മണിയാകുമ്പോഴേക്കും എല്ലാം ആക്കിയാൽ പോരെ. കറി അടുപ്പത്തുണ്ട്. ഏട്ടന് 12:30 ഇറങ്ങാനുള്ളതാ. ഉപ്പേരിയാക്കാനൊന്നും സമയമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലത്തെ ഭക്ഷണം നേരത്തെ കഴിച്ചുകൂടായിരുന്നോ? ഇപ്പോഴാണോ കഴിക്കുന്നത്? ഇത്ര നേരം ഒരു പണിയില്ലല്ലോ. മതി കഴിച്ചത്. ഞാനിപ്പോ എടുത്തു കൊടുക്കാം മോളെ. മോനെ, വാ ഭക്ഷണം കഴിച്ചോ. ഇന്നമ്മേ ഒരാൾക്ക് മാത്രം ഭക്ഷണം എടുത്തിരിക്കുന്നേ? അവക്കെവിടെ? മോൻ 12:30 പോകണം പറഞ്ഞല്ലേ അവള്. അപ്പൊ എനിക്ക് വേഗം കൊടുത്തതാ. അവൾക്ക് കുറച്ച് കഴിഞ്ഞ് കഴിക്കാലോ. അവക്ക് കുഞ്ഞിനെയും കൊണ്ടൊന്നും ആവില്ല. പെട്ടെന്ന് ഭക്ഷണം എടുത്ത് കൊടുക്കണം. പാല് കൊടുക്കുന്നില്ല കുട്ടിക്ക്. നമുക്ക് മനസ്സിലാവില്ല. എടാ, വന്ന് ഭക്ഷണം കഴിക്കട്ടോ. മോൻ സമാധാനത്തിൽ ഭക്ഷണം കഴിച്ചോ. അവൾക്ക് ഞാൻ കൊടുത്തോളാം. അമ്മ കുറച്ച് വെള്ളം കൊണ്ടുവാ. എന്റെ കൂടെ എടുത്ത് വെച്ചൂടെ? ഇതൊക്കെ പറയണോ? ഇതെന്ത് കറിയാമേ? ഉപ്പുമില്ല, മുളകുമില്ല, ഒരു ടേസ്റ്റും ഇല്ല. അമ്മ ഇത്രയും കാലമായിട്ട് കറി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്നാണെങ്കിൽ പുറത്തുനിന്ന് വല്ലതും ഭക്ഷണം കഴിക്കേണ്ടി വരും. ഞാനിന് ഉപ്പ് കറക്റ്റ് ഇട്ടതാണല്ലോ മോനെ. വേണമെങ്കിൽ കുറച്ച് എടുത്തിട്ട് വരാം. അമ്മ ഞാൻ ഇറങ്ങാണ്. പിന്നെ ആ മേലത്തെ റൂം ആകെ കൂടെ നാശമായി കിടക്കണ്ടേ. ചെന്ന് അടിച്ചു വാരി ക്ലീൻ ചെയ്യണം കേട്ടോ. ആ രാധികേ, നീ എപ്പോഴും ആശുപത്രിയിൽ നിന്ന് വന്നത്? ആണോ? എനിക്കും നിന്നെ കാണാൻ വരാനും വഴിയില്ല. എൻ്റെ മൊബൈലിൽ പൈസ ഇല്ല. ഞാൻ മോനോട് പല പ്രാവശ്യം പറഞ്ഞു, ഒന്ന് റീചാർജ് കയറ്റി മോനെ, മേമ ആശുപത്രി കിടക്കുകയാണ്, ഒന്ന് പോകണം എനിക്ക് എന്നുള്ളത്. ഒന്ന് കാണാൻ വരാൻ എന്തെങ്കിലും പൈസ ചോദിച്ചാൽ അതും തരില്ല. മൊബൈലിൽ ഒന്ന് പൈസ കയറ്റി തരില്ല. നീ ഇപ്പൊ കയറ്റിയതല്ലേ, എനിക്ക് മനസ്സിലായി. അല്ലേ എങ്ങനെ എനിക്ക് വിളിക്കാൻ പറ്റാനാ? ഒരു നിവർത്തിയില്ലാണ്ടാണ് കേട്ടോ നിന്നെ കാണാൻ വരാത്തത്. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ കരയും രാത്രിയൊക്കെ. ഒരു പൈസ കയ്യിൽ കിട്ടാൻ വഴിയില്ലടോ. എന്ത് ചെയ്യാനാ? ചോദിച്ചാലോട്ട് തരൂല്ല. അന്ന് ഏട്ടൻ വന്നിട്ട് എനിക്കൊരു 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. ഗ്യാസ് വന്ന് അത് അവർ കണ്ടു. അപ്പൊ ഗ്യാസ് വന്നപ്പോ ഞാൻ പൈസ ചോദിച്ചപ്പോ നിങ്ങളടുത്ത് പൈസ ഇല്ല, അതെടുത്ത് കൊടുക്കുകയും പറഞ്ഞു. ഞാൻ പിന്നെ അതെടുത്ത് കൊടുത്തു. അല്ലെങ്കിൽ ആ പൈസനെ നിന്നെ കാണാൻ വരായിരുന്നു. അത് ശരി. കുഞ്ഞിന്റെ പേരും പറഞ്ഞിട്ട് മേലെ വന്നിരുന്നത് ഫോൺ ചെയ്യാനായിരുന്നു അല്ലേ? കണ്ണ് തെറ്റിയാ മതി, ഫോൺ എടുത്തിട്ട് വരുമല്ലോ. മോളെ, മേമ വിളിച്ചതായിരുന്നു. അവൾ കുറെ ദിവസം ആശുപത്രി കിടന്നില്ലേ, എനിക്കൊന്ന് കാണാൻ പോകാനും പറ്റിയില്ല. അപ്പോൾ വന്ന ശേഷം റീചാർജ് ചെയ്ത് തന്നതാ. എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചതാ അവള്. ഇപ്പൊ ഫോൺ ചെയ്തിരിക്കാനുള്ള സമയ? ഇഷ്ടം പോലെ പണികളിൽ ഇവിടെ കിടക്കുന്നു. ചോറ് കഴിച്ച പാത്രങ്ങൾ മുഴുവൻ ഉണ്ട് അടുക്കളയില്. അതൊന്നും കഴുകൊന്നും വേണ്ട. ഇവിടെ ഒന്ന് ഫോൺ ചെയ്തങ്ങ് ഇരുന്നാ മതി. കുഞ്ഞിനെ കളിപ്പിക്കാനുള്ള പേരും മണ്ടല്ലോ ഇങ്ങോട്ട് കയറിയത്. ഏടത്തേനത്തെയും കൂടി ഒന്ന് നാടകം കളിക്കുക. ഇതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഒരിക്കലും റീചാർജ് ചെയ്ത് തരാത്തത്. അല്ല മോളെ, ഞാൻ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതല്ലേ. നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രമല്ല, അതൊന്ന് കഴുകി വെച്ചൂടെ? എല്ലാം ഞാൻ തന്നെ ചെയ്യണം. ഞാൻ രാവിലെ തുടങ്ങിയതല്ലേ, ഒന്നും ഇരുന്നിട്ടില്ല. ഇത് എപ്പോഴാണ് ഒന്ന് ഇരുന്നൊരു ഫോൺ ചെയ്തത്? എനിക്ക് അതല്ല പണി. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് നേരത്തേക്ക് നിങ്ങളുടെ കുഞ്ഞിനെ തന്നതാ. ഇതിപ്പോ നിങ്ങൾ ഫോൺ ചെയ്തിരിക്കുന്ന കുട്ടി ഇവിടെ കളിക്കുന്നത്. തട്ടിമുട്ടി എവിടെയെങ്കിലും വീണാല് ഏട്ടൻ പറഞ്ഞ എന്താണെന്നറിയോ? പൊന്നുപോലെ കുഞ്ഞിനെ നോക്കുന്നത്. ആ ജോലി മാത്രം ഞാൻ ചെയ്താൽ മതിയെന്നാ. നിങ്ങൾ പോയി പണിയെടുക്കാൻ നോക്കിയേ. കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം.
ഒരു പണി എടുക്കാമോ ഇവിടെ ഒന്ന് സംസാരിച്ചിരിക്കാം. വാ പാവ എന്താ ചെയ്യണേ? വാ. ആ ആരത്? അമ്മാവനോ? ഇതെന്തു പറ്റി അമ്മാവൻ പറയാണ്ട്? എനിക്ക് സുമതി ഒന്ന് കാണണം. സുമതി എവിടെ? അമ്മ അമ്മ ഉറങ്ങാ തോന്നുന്നു. ഞാൻ നോക്കട്ടെ. അമ്മാവൻ കേറ്, ഞാൻ വിളിക്കാം. ഇരുന്നേ. അമ്മേ, അമ്മേ ഉറങ്ങാ? അതെ, അമ്മാവൻ വന്നിട്ടുണ്ട്. എന്നോട് ചോദിച്ചപ്പോഴേ അമ്മ ഉറങ്ങാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. വേണമെങ്കിൽ മുഖമൊക്കെ കഴുകിയിട്ട് പോയിക്കേ. എന്താ നീ ഉറങ്ങായിരുന്നു? നിനക്ക് വയ്യ? വയ്യാകിയൊന്നും ഇല്ല ഏട്ടാ, ഞാൻ വെറുതെ ഒന്ന് കിടന്നതാ. ഇതെന്താ വിളിച്ചൊന്നും പറഞ്ഞില്ല? ഞാൻ വിളിച്ചെടുക്കണ്ടേ? സ്വിച്ച് ഓഫ് അല്ലേ? രാജി ഇന്ന് പൈസ കയറ്റാന്നെ മൊബൈലില്. പക്ഷെ നീ വിളിച്ചെടുത്തില്ലല്ലോ. ആ രാധ ആശുപത്രി കിടന്നപ്പോ എനിക്ക് പോകാനൊന്നും കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ഇന്നലെ അവള് വീട്ടിൽ വന്നല്ലോ. അപ്പൊ എന്റെ മൊബൈലിൽ 300 രൂപ കയറ്റിയിരിക്കുന്നു. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവളോട് രാവിലെ സംസാരിച്ചല്ലോ കുറച്ചു നേരം. രാധ ആശുപത്രി കിടന്നല്ലേ? നീയോ നിന്റെ മോനെ തിരിഞ്ഞു നോക്കാൻ പോയിട്ടോ? എന്നിട്ട് അവള് വേണം മൊബൈൽ പൈസ കയറ്റേ. നിന്റെ മോൻ പൈസ തരുന്നില്ല? പൈസ ഞാൻ അവനോട് ചോദിച്ചതാ, എനിക്കൊന്ന് രാധികനെ കാണാൻ പോകണം പറഞ്ഞിട്ട്. അപ്പൊ അവൻ പൈസ ഇല്ല, പൈസ ശമ്പളം കിട്ടിയ പൈസ കഴിഞ്ഞു പറഞ്ഞു. എന്നാൽ മൊബൈലിൽ ഒന്ന് ചാർജ് ചെയ്താ പറഞ്ഞിട്ട് അതും ചെയ്തു തന്നില്ല. എനിക്കത് കാണാൻ പോകേണ്ട നല്ല സങ്കടമുണ്ട്. ഇന്നിപ്പോൾ അവള് രാവിലെ പൈസ എൻ്റെ മൊബൈലിൽ കയറ്റി എന്നെ വിളിച്ചതാ. ഞാൻ കുറച്ചു നേരം സംസാരിച്ചു. അപ്പോഴേക്കും മരുമകള് വന്നിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വന്നതാ ഞാൻ. നിന്റെ ഒരു അവസ്ഥ. രാധ നിന്റെ കളിയതല്ലേ? അവളെന്ത് സന്തോഷത്തെ കഴിയുന്നു. നിന്റെ ഭർത്താവിനെ കൊണ്ടേ ഒരു സമാനമില്ല. അതാ കണ്ടുകൊണ്ടല്ലേ ഈ ചെക്കൻ വളർന്നത്. നിനക്കും ഒരു മോന്, അവൾക്കും ഒരു മോന്. പക്ഷെ അത്ര നന്നായിട്ട് ആ ചെക്കൻ അവൾ നോക്കും. ഇപ്പൊ നന്നായി കുടുംബം നോക്കിക്കൊണ്ടിരുന്നല്ലേ? എന്ന് കല്യാണം കഴിഞ്ഞാൽ അതോടെ ഉടക്കായി. എന്ന് വരുമ്പോൾ ഒരേ മാക്സി. ഈ ഒരു മാക്സി എടുത്ത് എനിക്ക് 4-5 മാക്സി എടുത്തിട്ടുണ്ട്. എന്നാ ഒന്ന് എടുക്ക്. ഏട്ടന് എന്തിനാപ്പോ മാക്സി ഒക്കെ എടുത്തു വരാൻ പോയത്? വെറുതെ പൈസ ചെലവാക്കിയിട്ട്. നീ ഒന്ന് തന്നെ അലക്കിട്ട് എത്ര കാലം ഓടുന്നു? ഇത് മാത്രമല്ല ഏട്ടാ, എനിക്ക് രാധിക എന്ന് വരുമ്പോ 2 മാക്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചു, 2 മാറ്റി മാറ്റി അലക്കി അങ്ങിടും. പിന്നെ ഒന്ന് ആരെങ്കിലും വരുമ്പോ ഇടാലോ എന്ന് പറഞ്ഞപ്പോ ഏട്ടൻ പറയാണ്ട് വന്നപ്പോഴേ ഈ പഴയ മാക്സി ആയി പോയത്. അല്ല, ഞാൻ അതെടുത്തിടുമായിരുന്നു. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? നിനക്കന്ന് വീട്ടിൻ്റെ ഭാഗം 2 കൂടെ തന്നല്ലേ? അവളുടെ പേർക്ക് കൊണ്ട് ബാങ്കിലിട്ടു. നീ നിന്റെ മോനെ കൊണ്ട് കൊടുത്തു. നിനക്ക് പണ്ട് എന്തെങ്കിലും എടുത്തു വെച്ചാണെങ്കിലോ ഈ ഗതിയുണ്ട്. അപ്പൊ ഇനിയിപ്പോ അനുഭവിക്കാനാണ്, എന്ത് ചെയ്യാനാ? അത് ഞാനും ഒന്ന് പറഞ്ഞതാ. ചെറിയമ്മ കിട്ടിയ പൈസ ബാങ്കിലിട്ടു, ഒന്ന് എൻ്റെ പേർക്ക് ഇത് ഇട്ടാലോ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അമ്മന്റെ പേർക്ക് ഇട്ടാലോ എൻ്റെ പേർക്ക് ഇട്ടാലോ ഒക്കെ ഒന്നല്ലേ, അത് എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ, അമ്മയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ തരാലോ എന്ന് പറഞ്ഞതാ. ഇപ്പൊ ഓരോ ആവശ്യങ്ങൾക്ക് ചോദിക്കുമ്പോ തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാനാ? അതൊക്കെ വിട്, അത് പോയത് പോട്ടെ. പിന്നെ നമ്മുടെ പുഴ സ്ഥലമില്ലേ? ഞാൻ അമ്മനെ നോക്കിയ നിങ്ങൾ 2 കൂടി എനിക്ക് എഴുതി തന്നില്ലേ? അതെനിക്ക് ഒറ്റയ്ക്ക് വേണ്ട. പിന്നെ ഒറ്റയ്ക്ക് വേണ്ടാണ്ട് ഏട്ടന അമ്മനെ ഒരുപാട് നോക്കിയതല്ലേ? അമ്മ എത്ര സുഖമില്ലാണ്ട് കഷ്ടപ്പെട്ട് ഒക്കെ പൈസ ഇറക്കിയത് ഏട്ടനല്ലേ? ഞാൻ എന്തെങ്കിലും തന്നോ? പിന്നെ അവള് സഹായിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരികയാണെങ്കിൽ ഏട്ടൻ എനിക്ക് തരണ്ട. എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഏട്ടൻ അവൾക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുത്തോ? വേണ്ടത്രേ. 1 രൂപ കയ്യിലെടുക്കാനുമില്ല. ഒരു പാർട്ടി വന്നിട്ടേ ആ ചോദിച്ചിട്ടുണ്ട് 30 ലക്ഷം റുപ്യ തരാറുണ്ട്. ഞാൻ കൊടുക്കാൻ പോവാ. 10 ലക്ഷം റുപ്യ നിന്റെ പേർക്ക് ബാങ്കിൽ ഇട്ടതാ. നിന്റെ കയ്യിലാരും തരില്ല. പിന്നെ മറ്റാൾക്കും കൊടുക്കണം. ഏട്ടാ, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് വേണ്ട ഏട്ടാ, എനിക്ക് പൈസ വേണ്ട. കിട്ടിയാലും എൻ്റെ അടുത്ത് തരില്ല. ഏട്ടന് ഇപ്പൊ എൻ്റെ പേർക്ക് ബാങ്കിലിട്ട് തന്നാലും അത് അവരെങ്ങനെങ്കിലും വാങ്ങിയെടുക്കും. ആ പെൺകുട്ടിയും വലിയ രൂപമൊന്നുമില്ല.
ഏട്ടൻ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ അവിടെ വന്നിട്ട്? എത്ര നേരം ഇങ്ങോട്ട് കാണുന്നുണ്ടോ? അങ്ങനെ അവൻ വന്നാൽ പറഞ്ഞു കൊടുക്കും, അവർ വാങ്ങിയെടുക്കും ഏട്ടൻ, ഓരോരോ കാര്യം പറഞ്ഞിട്ട്. പിന്നെ മക്കൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇതിനെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ എങ്ങനെ ഞാൻ കൊടുക്കാതിരിക്കുക? ഓ, മരുമോളെ കുറ്റങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കുക. ആര് വാങ്ങിയെടുക്കും? ഒരാളും വാങ്ങിയെടുക്കില്ല. 5 വർഷം ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യാൻ പോവാം. ഈ തിങ്കളാഴ്ച എന്റെ കൂടെ വരിക, അത്രേ ഉള്ളൂ. പൈസ ബാങ്കിലിടാൻ പോവേ. ഒരു ഡ്രസ് പോലും വാങ്ങിത്തരാത്ത വൈ, പിന്നെ എനിക്ക് വയ്യാന്ന് പറയുമ്പോ നോക്കുവോ? നിന്റെ പൈസ നിന്റെ കൈ തന്നെ ഇരിക്കട്ടെ. അമ്മാവാ, ഞാൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. പൈസന്റെ കാര്യം എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തിനാ പൈസ? ഏട്ടൻ പൊന്നുപോലെയല്ലേ നോക്കുന്നത്. എന്ത് പറഞ്ഞാലും ഇത് അപ്പം അങ്ങോട്ട് സാധിച്ചെടുക്കും, ഇല്ല അമ്മേ? പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടുമ്പോഴേ അമ്മേന്റെ പേരിലിട്ട് അമ്മ എന്ത് ചെയ്യാനാ? എല്ലാ സാധനങ്ങളും ഏട്ടൻ തന്നെയല്ലേ വാങ്ങിക്കൊടുക്കുന്നത്. ഏട്ടനാണ് ബിസിനസിന്റെ 1-2 ആവശ്യങ്ങളുള്ളത്, പുതിയ ബിസിനസ് തുടങ്ങണമെന്ന്. ആ 10 ലക്ഷം ഏട്ടന് കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായി. ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ മുഴുവൻ ലാഭം അമ്മേന്റെ കയ്യിൽ കൊണ്ടുകൊടുക്കും. അത് വേണ്ട മോളെ, ഒരുപാട് ലാഭം കിട്ടിയ ഇനി എന്റെ പൈസ അത് എന്റെ പെങ്ങളുടെ കൈ തന്നെ ഇരുന്നോട്ടെ, ആ നല്ലത്. എന്താ അമ്മാവ് ഞങ്ങൾ തീരെ വിശ്വാസമില്ല? ഇതിനെല്ലാം കാരണക്കാരി അമ്മയാ. ഇഷ്ടംപോലെ മാക്സി ഉണ്ട്, എല്ലാം ഷെൽഫിൽ വെച്ച് പൂട്ടിയിട്ട് ഈ പഴയ ഒന്നും ഇട്ട് നടക്കും. അതുകൊണ്ടല്ലേ അമ്മാവൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഞങ്ങക്ക് പൊന്നു പോലെയാ നോക്കുന്നത്. അത് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന കാര്യം. നിന്റെ അടവും പണി ആദ്യം നിർത്ത്, ഇല്ലെങ്കിൽ നീ നേരെ അങ്ങോട്ട് വാ, ആ നല്ലത്. അമ്മാവൻ എന്തൊക്കെയാ പറയുന്നേ? അമ്മയെ കൊണ്ടുപോകാൻ പറ്റൊന്നുമില്ല. എനിക്കും ഏട്ടനും അമ്മയെ പിരിഞ്ഞിരിക്കാൻ തീരെ പറ്റില്ല. ഏട്ടന് അമ്മ എന്ന് വെച്ചാൽ ജീവനാ. ജോലി കഴിഞ്ഞ് വരുമ്പോ തന്നെ അമ്മേന്ന് വിളിച്ചിട്ടാ വരിക. അമ്മാവൻ പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയെ ഞങ്ങൾ വിടില്ല. അതിന് നിങ്ങൾക്ക് ആര് പൈസ തരാറ്? ഞാൻ പൈസ കൊടുക്കുന്നത് എന്റെ പെങ്ങൾക്കാ. നിങ്ങൾ അടവും പണി ജയിച്ചിട്ടില്ലേ, അവിടെ കഞ്ഞി കൊടുക്കുന്നു, ഇല്ലെങ്കിൽ അതും കൊടുക്കൂല. നീ എന്ത് റെഡി ആവേണ്ടി നിൽക്കുന്നേ? നിന്നോട് ഞാൻ വിളിച്ച് പറഞ്ഞല്ലേ നമുക്ക് മോള് പോകണം, പെട്ടെന്ന് റെഡി ആയിട്ട് നിൽക്കണമെന്ന്. റെഡി ആയിട്ട് വാ. ഓ, ഭാര്യയെ മാത്രം കൂട്ടുന്ന നിന്റെ അമ്മയോ? ഇതാരും അമ്മാവനോ? അമ്മേനെ എവിടേക്ക് വിളിച്ചാലും സാധാരണ വരില്ല, അതുകൊണ്ട് വിളിക്കാതെ. ഓ, നടക്കട്ടെ നടക്കട്ടെ. പിന്നെ ഈ മാക്സ് ചിലപ്പോൾ വലുതായിരിക്കും, അത് ശേഷാക്കി തന്നെ. പൈസ പൈസ വെക്ക്. ആ ശരി. അച്ഛമ്മേന്റെ ഭാഗേ ആ അമ്മാവന്റെ പേരിലാണല്ലോ എഴുതി കൊടുത്തത്. അപ്പൊ അയാൾക്കത് ഒറ്റയ്ക്ക് വേണ്ട, റിസോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വിറ്റിട്ട് ആ പൈസ ഇവര് 3 പേരുടെ പേരിൽ ആക്കാന്നാ പറയുന്നത്. അമ്മയ്ക്ക് 10 ലക്ഷം കിട്ടും, അത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാണ്. അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാ. ഉള്ളതാ. അമ്മേനെ വേണമെങ്കിൽ ഒന്ന് പുറത്തോട്ട് കൊണ്ടുപോകല്ലേ? സിനിമയ്ക്ക് കൊണ്ടുപോകാം, നമുക്ക് നല്ലത്. ഭക്ഷണം വാങ്ങിക്കൊടുക്കാം. അമ്മേ അമ്മേ, ഞങ്ങൾ എന്തായാലും ഒരുപാട് ലേറ്റാവും തിരിച്ചു വരാൻ. എന്തായാലും 10-11 മണിയാവും. അത്ര നേരം അമ്മയോട് തന്നെ ഇരിക്കണ്ടേ? അമ്മ വന്ന് ഞങ്ങളുടെ കൂടെ ഭക്ഷണമൊക്കെ നമുക്ക് പുറത്തുനിന്ന് കഴിച്ചിട്ട് വരാം. ഇല്ല മക്കളെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വരും. എപ്പോഴും നിങ്ങളല്ലേ പോകുന്നത്, അത് തന്നെ നടക്കട്ടെ.